Once again, welcome to the channel. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലൻ മസ്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇലൻ മസ്കിനെ പറ്റി നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഹീ ഈസ് എ ജീനിയസ് ആൻഡ് ഹീ ഈസ് ഡൂയിങ് സോൾവിങ് പ്രോബ്ലംസ് ഇൻ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്. ഫിസിക്സ് ആണെങ്കിലും മോസ്റ്റ്ലി ഓൺ ഫിസിക്സ് ആണ്, സ്പേസ് ആണെങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെങ്കിലും ആൻഡ് once again ന്യൂറോലിങ്ക് വിച്ച് ഈസ് കണക്റ്റിംഗ് വിത്ത് ദ ബ്രെയിൻ ടു കമ്പ്യൂട്ടർ. അങ്ങനെ ഡിഫറെൻറ്റ് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് പുള്ളി സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വൈറ്റ് ബോർഡ്. സോ ഫസ്റ്റ് വി നീഡ് ടു ഡിഫൈൻ വാട്ട് ഈസ് പ്രോബ്ലം. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ടെസ്ല മോട്ടോഴ്സ് ഇഷ്യൂസ്. സ്പെസിഫിക് പ്രോബ്ലംസ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. നോട്ട് ഓൾ ദി പ്രോബ്ലംസ് വാച്ച് ഹീ ഈസ് ഫേസിങ്. ജസ്റ്റ് ഒരു സ്പെസിഫിക് എടുത്തിട്ട് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഹൗ ഹീ ഈസ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ്. അദ്ദേഹം ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ്. സോ അത് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് അദ്ദേഹം ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ്ങിൽ നിന്ന് ആ പ്രോബ്ലംസിന് സോൾവ് ചെയ്യുന്നത്. സോ കാർ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ഒരു ന്യൂ പ്രോബ്ലംസ് അല്ല, എല്ലാവരും സോൾവ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ആളുകൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലംസ് തന്നെയാണ്. കാര്യം തന്നെ ടെസ്ല മോട്ടോഴ്സ് വന്നത് ലാസ്റ്റാണ്, പക്ഷേ അതിന് മുമ്പ് തന്നെ ടയോട്ടോസ് ഉണ്ടായിരുന്നു, GM ഉണ്ട്, ടയോട്ടോ ഉണ്ട്. സോ മെനി പീപ്പിൾ ആർ ഔട്ട് ദെയർ ടു സോൾവ് ദിസ് പ്രോബ്ലം. സോ കാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെന്താ നോക്കുന്നത്, അതിലൊരുപാട് പാർട്സ് ഉണ്ട്. ഈ പാർട്സ് എന്ന് പറയുന്നത് നമ്മൾ വെൻഡേഴ്സിൻ്റെ മേ ബി തൗസൻഡ്സ് ഓർ 10,000 പാർട്സ് ഉണ്ട്. അത് ഈ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നമ്മളൊരു ടയോട്ടോ അല്ലെങ്കിൽ ഏതാണോ പ്ലാന്റ് അല്ലെങ്കിൽ ടയോട്ടോ പ്ലാന്റ്, ലെറ്റ്സ് സേ ടയോട്ടോ പ്ലാന്റ്, അവിടേക്ക് നമ്മൾ എത്തിക്കും. അവിടെ എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ആർ ദേ ഡു, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ അസംബ്ലി ചെയ്യും, അതിനുശേഷം പെയിൻറ്റ് ചെയ്യും. പെയിൻറ്റ് ചെയ്ത് അത് കാറായിട്ട് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അത് കാറായിട്ട് പുറത്തെത്തും. സോ ഇവിടെ ഈ അസംബ്ലി എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സ് എന്ന് പറയുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരുപാട് പാർട്സ് ഉണ്ട്. ആ പാർട്സ് പല രീതിയിലാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. ബിക്കോസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, 1000s or 10,000s ഓഫ് പാർട്സ് ആണ് വരുന്നത്. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ജോയിൻറ്റ്സ് വരുന്നുണ്ട്, വെൽഡിങ്സ് വരുന്നുണ്ട്, നട്ട് ആൻഡ് ബോൾട്ട്. എല്ലാം നട്ട് ആൻഡ് ബോൾട്ട് മാത്രമല്ല, നട്ട് ആൻഡ് ബോൾട്ട്, വെൽഡിങ്, അതർ തരത്തിലുള്ള ജോയിൻറ്റ്സ്, സംടൈംസ് ബോണ്ടിങ് വരാറുണ്ട്. അതായത് അഡ്ഹസീവ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ബോണ്ടിങ്, ഈ ഗ്ലാസും മെറ്റലും തമ്മിലുള്ള ബോണ്ടിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരാറുണ്ട്. സോ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഐറ്റംസ് വരുന്നുണ്ട്. അതിനെല്ലാം കൂടെ അസംബിൾ ചെയ്തൊരു കാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി വെരി കോംപ്ലക്സ്. സോ ഈ അസംബ്ലിക്ക് ഇതിനായിട്ട് സൊല്യൂഷൻ എന്താണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസംബ്ലി എന്ന് പറയുന്നതിന് ഇത്രയും പാർട്സ് വരുമ്പോഴത്തേക്കും ആളുകൾ എന്ത്, ഈ അസംബ്ലി എന്ന് പറയുന്ന സാധനങ്ങൾ അത്ര കോംപ്ലക്സ് ആയതുകൊണ്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യണം. സോ ഓൾ ദ കമ്പനീസ്, വിച്ച് എവർ കമ്പനീസ് ഈ ഒരു ഫീൽഡിലുണ്ടെങ്കിൽ, ദേ ഓൾ ഫോക്കസ് ഓൺ ദിസ് അസംബ്ലി ആൻഡ് അവർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ടയോട്ടോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ദേ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇമ്പ്രൂവിങ് ദ അസംബ്ലി ലൈൻ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 or 5,000, 50,000 റേഞ്ചിലുള്ള പാർട്സ് വന്നിട്ട് അതിനെല്ലാം അതിൻ്റെ രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ജോയിൻറ്റ്സ് വരുമ്പം പല രീതിയിലുള്ള ടെക്സ്ചറുള്ള മെറ്റീരിയൽസ് വരുമ്പോൾ, ടെക്സ്ചർ ഇൻ ദ സെൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മെറ്റീരിയൽസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ജോയിൻറ്റിങ്ങിന് അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും. സോ എലൻ മസ്ക് ദെൻ ഹി അപ്ലൈഡ് ഹിസ് ഫസ്റ്റ് പ്രിൻസിപ്പൽ തോട്ട് പ്രോസസ്സ്. എല്ലാവരും ഈ അസംബ്ലിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ പാർട്സ്, അസംബ്ലിയിലെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ പാർട്സ് ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഇവരുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവർ അസംബ്ലിയിൽ അപ്ലൈ ചെയ്തു, പല രീതിയിൽ അസംബ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. അപ്പോൾ എലൻ മസ്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീ വാസ് തിങ്കിങ് അബൌട്ട് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് വേ. അദ്ദേഹം വെച്ചു അസംബ്ലിയാണ് പ്രോബ്ലംസ് എങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ പിന്നെ അസംബ്ലി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അതൊക്കെ അസംബ്ലിയിൽ എന്തുകൊണ്ട് പ്രോബ്ലംസ്, പാർട്സാണ് വരുന്നത്, പാർട്സിന് എന്തുകൊണ്ട് പ്രോബ്ലം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് പുള്ളി കൊണ്ടുവന്നു. മറ്റുള്ളവരൊന്നും അത്രയും ചിന്തിച്ചു. സോ അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്സിൽ എന്തുകൊണ്ടാണ് ഇത്രയും പാർട്സ് വരാൻ കാരണം, ഒന്നാമത്തെ കാര്യം ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഗ്ലാസ് ആണ്, ഡിഫറെൻറ്റ് മെറ്റൽസ് ഉണ്ട്. സോ അതുകൊണ്ടാണ്. അപ്പോൾ ഈ മെറ്റലിന് തന്നെ ഒരുപാട് പാർട്സ് അഗെയിൻ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നോക്കി, ഇപ്പോൾ അതിനകത്ത് കാസ്റ്റിംഗ് ഉണ്ട്, മെഷീൻ കമ്പോണൻസ് ഉണ്ട്, പലതുണ്ട്. ഈ കാസ്റ്റിങ്ങിൽ തന്നെയും കുറേ പാർട്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി എന്ത് വിചാരിച്ചതെന്ന് വെച്ചാൽ, എല്ലാം കൂടെ കാസ്റ്റ് ചെയ്ത് ഒരെണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇത്രയും പാർട്സ് എടുത്തിട്ട് സ്ക്രൂ ചെയ്ത് എല്ലാം കൂടെ നട്ടും ബോൾട്ടും ഇട്ട് ഫിക്സ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതൊരു പാർട്ടായിട്ട് കൊണ്ടുവന്നൂടെ, ഇത്രയും ജോയിൻറ്റും ഇത്രയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാം എന്നൊരു തോട്ട് പ്രോസസ്സ് പുള്ളിക്ക് വന്നു. ബിക്കോസ് ഈ തോട്ട് ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് ചെയ്യുമ്പോൾ പാർട്സാണ് പ്രശ്നമെങ്കിൽ പാർട്സ് ബേസിക്. ബട്ട് അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സപ്ലൈസിൻ്റെ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ബിഗ് കാസ്റ്റിംഗ് വേണം. ഈ കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ സപ്ലൈസിൻ്റെ അടുത്തു നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അത്രയും ബിഗ് കാസ്റ്റിങ്സ് ഇതുവരെ നെവർ പ്രൊഡ്യൂസ്ഡ്. ഒരു ലിമിറ്റഡ് വേയിൽ മാത്രമാണ് സൈസിലാണ് ഈ കാസ്റ്റിങ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പം once again he understood, okay, if we get a big casting things, then this problem of joining different material കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ thousands of parts, hundreds of partsലേക്ക് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഹി ഗോട്ട് ഇറ്റ്. പുള്ളി എന്ത് ചെയ്തു, അപ്പം പുള്ളിയുടെ അടുത്തൊരു ഫാക്ടറി വരുന്നുണ്ടായിരുന്നു ജർമ്മനിയിൽ, ഫാക്ടറി എന്നുള്ള പേരിൽ. സോ അദ്ദേഹം ആ ഫാക്ടറിയിൽ എന്താണ് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിഗ അല്ല, ഒരു ജയൻറ്റ് കാസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് പുള്ളി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. ദാറ്റ് ഈസ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് കാസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്. സോ പുള്ളിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നു ഒരു പ്രോബ്ലം. ആ പ്രോബ്ലം പുള്ളി അങ്ങനെ സോൾവ് ചെയ്തു. അതായത് അസംബ്ലിയിൽ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരമായിട്ട് പുള്ളി എന്താ വെച്ചാൽ കുറേ പാർട്സ് എടുത്തിട്ട് ഒരു സിംഗിൾ കാസ്റ്റിംഗ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. സോ അതിന് വേണ്ടി പുള്ളി എന്ത് ചെയ്തു, ഒരു ബിഗ് ജയൻറ്റ് കാസ്റ്റിംഗ് വെച്ചു, എന്നിട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അതോടുകൂടി ഈ 1000s or 10,000s എന്നുള്ളത് 100,000s ആയി, ജോയിൻറ്റ് എലിമിനേറ്റ് ചെയ്തു. സോ കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് വേണ്ട, ബിക്കോസ് ഓരോ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് ഫെഫിയം അനാലിസിസ്, പല ടെസ്റ്റുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതെല്ലാം കൂടെ ഡ്രാസ്റ്റിക്കലി ചേഞ്ച്, ഇറ്റ് ബിക്കം റെവല്യൂഷൻസ് ആക്ച്വലി. റെവല്യൂഷണറി ആയിട്ട് വന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ സിംഗിൾ കാസ്റ്റ് പാർട്ടിക്ക് എത്തുമ്പോഴത്തേക്കും വന്നു, അസംബ്ലി റെഡ്യൂസ് ആയി, കുറേ എഞ്ചിനീയറിംഗ് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ആ സോൾവ് ചെയ്തു ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്. ബട്ട് ബാക്കി എല്ലാവരും സ്റ്റിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എന്താ പറയുന്നത് അസംബ്ലി ലൈനിനെ മാത്രമേ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്. സോ മാർക്കറ്റിൽ എന്താണ് പ്രോബ്ലംസ് എന്നുള്ളതല്ല പുള്ളി ചിന്തിച്ചത്, വാട്ട് ഹീ ക്യാൻ ഡു എന്നുള്ളത് ഹീ ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെതായ രീതിയിലൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു, വിച്ച് മേ ബി ന്യൂ ടു ദ ഇൻഡസ്ട്രി. ബിക്കോസ് എല്ലാവരും അസംബ്ലി ഇമ്പ്രൂവ് ചെയ്ത് ബെറ്ററാക്കിക്കൊണ്ടിരുന്നിട്ട് പുള്ളി അതിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. സോ ഹി ഹാവ് ടു ഡു സംതിങ് എൽസ് വിച്ച് ഹി ഫൗണ്ട് ത്രൂ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അതായത് അസംബ്ലിയുടെ പ്രശ്നം ഈ പാർട്സ് റെഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ അസംബ്ലിയിലെ എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ കൊണ്ട് തന്നെ അസംബ്ലി നന്നായിട്ട് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ്സ് ലെസ് കോംപ്ലക്സ് ദാൻ പ്രീവിയസ്ലി. അപ്പോൾ ഒരു ബെറ്റർ ഡീല് പുള്ളി കണ്ടുപിടിച്ചു. സോ ഇതാണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സാമ്പിളാണ്. സോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് അപ്ലൈ ചെയ്യുക. അതായത് അതിൻ്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക. അതിനെ കൊണ്ടുവന്ന് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് അതിന് മുകളിലൂടെ നിങ്ങൾ ബ്ലോക്ക് ഉണ്ട്, എന്താണ് നെക്സ്റ്റ്, ഇതാണ് ബേസിക്സ് യൂണിറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ട് അനദർ വാട്ട് ഈസ് അവിടുത്തെ അത് അണ്ടർസ്റ്റിട്ട് അതിൽ പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ പുട്ട് ദ നെക്സ്റ്റ് ബ്ലോക്ക്. അവിടെയാണ് പ്രോബ്ലം എങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ ഇറ്റ് മേ ബി ന്യൂ സൊല്യൂഷൻ. മാർക്കറ്റിൽ നിങ്ങൾ നോക്കരുത്, മാർക്കറ്റിൽ ചെയ്യുന്ന രീതിയിലല്ല. ഇറ്റ് ഷുഡ് ബി എ യുണീക്ക് ആൻഡ് യുവർ ഓൺ വേ ഓഫ് സോൾവിങ് ദ ടെക്നിക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.